അബ്ദുല്ലാഹ് ഇബ്നു സബ കടന്നു വന്നു. അബ്ദുല്ലാഹ് ഇബ്നു സബന്റെ ഇസ്ലാമിക വിരുദ്ധമായ ആശയം ഇവിടെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് അബ്ദുല്ലാഹ് ഇബ്നു സബ ചൂണ്ടിയത് മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനെയാണ്. അലി റളിയല്ലാഹു അൻഹു അംഗീകരിച്ചിട്ടില്ല. അലി റളിയല്ലാഹു അൻഹു ചൂണ്ടിക്കിട്ടാണ് അബ്ദുല്ലാഹ് ഇബ്നു സബ എന്ന ജൂതൻ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. പിന്നീട് പിൽക്കാലഘട്ടത്തിൽ ഉണ്ടായ ഫിത്നകൾ എടുത്ത് പരിശോധിച്ചോളൂ. പല രംഗത്തും ഇസ്ലാമിനെ തകർക്കാൻ വന്ന ആളുകൾ അഹ്ലുബൈത്തിനെ ചൂണ്ടിക്കിട്ടൊരു വിഭാഗം ശ്രമിക്കുമ്പോ കുറെ കൂടി കാലം കഴിയുമ്പോ പിന്നെ കാണുന്നത് ഈ രൂപത്തിൽ ഇസ്ലാമികളെ തകർക്കുന്ന രംഗങ്ങളിൽ മുന്നിൽ തന്നെ അഹ്ലുബൈത്തിനെ നിർത്തിയിട്ട് അതിന്റെ പിന്നിൽ നിന്ന് കളിക്കുക എന്നുള്ളതാണ്. കേരളത്തിൽ ഇപ്പോ പല ഇസ്ലാമിക സംഘടനകളും ആ സംഘടനകളുടെ മുന്നില് ഈ രൂപത്തിലൊരു തങ്ങൾ എന്നൊരാളെ പിടിച്ചിങ്ങനെ നിർത്തുക, എന്നിട്ട് അതിന്റെ പിന്നിൽ എല്ലാ തോന്നിയാസം നടത്തുക. ഇനിയോ ജമാഅത്തെ ഇസ്ലാമി വന്നു. ജമാഅത്തെ ഇസ്ലാമി വന്നപ്പോഴും പറഞ്ഞെന്താ സയ്യിദ് അബുല്ല മൗദൂദി. അപ്പൊ പിന്നെ സുന്നികൾ തർക്കത്തിലായി, ഇയാൾ തങ്ങളാണല്ലോ, നമ്മളെന്ത് ജീത്ത് പറയണോ വേണ്ടേ? അരെ സയ്യിദ് അബുല്ല മൗദൂദി എന്ന് പറഞ്ഞപ്പോ ഇയാൾ തങ്ങളാണല്ലോ, നമുക്ക് അയാളെ എതിർക്കാൻ പറ്റൂല എന്നൊരു ചർച്ച തന്നെ നമ്മുടെ സമസ്തക്കാർക്കിടയിൽ ഉണ്ടായി. അതാണ് റസൂൽ എന്ന് പറഞ്ഞത്. അഹ്ലുബൈത്തൊക്കെ ഉണ്ട്, പക്ഷെ അഹ്ലുബൈത്ത് എന്ന് പറഞ്ഞാൽ ആരെന്നറിയോ? എന്നെ പിൻപറ്റുന്ന തഖ്വയുള്ളവരാണ്. എന്നാൽ ഒരാൾ തഖ്വ ഇല്ലാത്തവനായ അഹ്ലുബൈത്ത് എന്ന് പറഞ്ഞാൽ വലൈസ മിന്നി, അവനിൽപ്പെട്ടവനല്ല. ഏതുപോലെ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, നൂഹ് നബിയുടെ പുന്നാരമോൻ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കപ്പലിൽ സഞ്ചരിക്കുമ്പോ നൂഹ് നബിയുടെ മകൻ മുന്നിൽ വന്ന് വിട്ടു. ജലപ്രളയമാണ്, വെള്ളമിങ്ങ് പൊങ്ങുകയാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, മോനെ കേറിക്കോ, വിശ്വാസിയായിക്കോ. ഓൻ പറഞ്ഞു, ഇല്ല ഈ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ വല്ല മലയിലും കയറി രക്ഷപ്പെട്ടുകൊള്ളാം, വല്ല പർവ്വതത്തെയും അഭയം പ്രാപിച്ചുകൊള്ളാം. മകൻ പറയുകയാണ്, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരുപാട് വിഷമത്തോടെ മകനെ വിളിച്ചു, മോനെ ഇന്നേ ദിവസം നിന്നെ രക്ഷപ്പെടുത്താൻ ഒരാൾക്കും കഴിയില്ല, ഒരു ദൈവത്തിനും കഴിയില്ല, ഒരു സൃഷ്ടിക്കും കഴിയില്ല, ഒരാദൈവത്തിനും കഴിയില്ല, ഒരു വിഗ്രഹത്തിനും കഴിയില്ല, അള്ളാഹ്ക്ക് മാത്രമേ ഇന്ന് നിന്നെ രക്ഷപ്പെടുത്താൻ കഴിയൂ എന്നിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അതേ അവർക്കിടയിൽ ആ വാപ്പക്കും ആ മകനുമിടയിൽ ഒരു തിരമാല അങ്ങ് ഉയർന്നു പൊങ്ങി. വിശുദ്ധ ഖുർആൻ പറയാം, ആ തിരമാല അങ്ങ് ഉയർന്നു താഴുമ്പോ ഇതാ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പുന്നാരമോൻ ആ ജലത്തിൽ അകപ്പെട്ട് ആ സമുദ്രത്തിന്റെ ആഴത്തിൽ അടിയിലേക്ക് ആ ജലപ്രളയത്തിൽ പെട്ടുകൊണ്ട് മുങ്ങി മരിക്കുമ്പോ സ്വന്തം പിതാവിന്റെ നെഞ്ചിടറി മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് ദുആ ചെയ്തു, നാഥാ ഇന്ന ബിനി മിൻ അഹ്ലി, എന്റെ കുടുംബക്കാരനാണ് തമ്പുരാൻ, എന്റെ മകനാണ്, അവനാണ് മരണപ്പെടുന്നത്. ബാപ്പ ആ പിതാവിന്റെ നെഞ്ചിടറിയപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബിയോട് പറയുന്നു, ഏ നൂഹ് ഒരിക്കലും നീ അക്രമികളിൽ പെട്ടുപോകരുത്. ഇന്നി അഅ്ദുക അൻ തകൂന മിനൽ ജാഹിലീൻ, വിവരമില്ലാത്ത നീ പറയരുതെന്ന് ഞാൻ നിന്നെ ഉപദേശിക്കുകയാണ്. വിവരക്കേട് നീ പറയരുതെന്ന് ഞാൻ നിന്നെ ഉപദേശിക്കുന്നു. വലൈസ മിൻ അഹ്ലിക്, അവൻ നിന്റെ കുടുംബക്കാരനല്ല. നിന്റെ കുടുംബക്കാർ ആ കപ്പലിൽ നിന്നോടൊപ്പമുള്ളവരാണ്. നിന്നെ ധിക്കരിക്കുകയും ഈ ആദർശത്തെ കൊഞ്ഞനം കാട്ടുകയും ഇസ്ലാമിക വിരുദ്ധമായ താല്പര്യങ്ങൾക്ക് മുൻതൂക്കം നൽകുകയും ചെയ്യുന്നവൻ നിന്റെ മകനായാൽ പോലും നിന്റെ കുടുംബക്കാരനല്ല എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അതുകൊണ്ട് ഒരു തങ്ങൾ പരിവേഷം നടത്തിയാൽ ഇസ്ലാമിക വിരുദ്ധമായ ആചാരങ്ങൾക്ക് സ്ഥാനമുണ്ട് എന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. അത് മാത്രമാണോ? മാന്യ സഹോദരങ്ങളെ ചിന്തിക്കണം. ഇപ്പോഴോ മുസ്ലിങ്ങൾക്കിടയിൽ ഈ രൂപത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ സ്ഥാനപ്പെടാ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ ഉപരി മരിച്ചാലാണ്. ആൾദൈവങ്ങൾക്കും ആ ചിന്താഗതിക്കും മുസ്ലിം സമൂഹത്തിന് സ്ഥാനം ലഭിക്കുന്നപ്പോഴാ ജീവിച്ചിരിക്കുമ്പോ ജ്യോത്സ്യം, അറബിക് ജ്യോതിഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അത് ഇസ്ലാം അതിന്റെ അടിവേരങ്ങ് മുറിച്ചു മാറ്റി. ഒരിക്കലും ഇസ്ലാമിൽ ചൂഷണത്തിന് ഒരു വഴിയില്ല. കാരണം അടിസ്ഥാനപരമായി ഇതിന്റെയൊക്കെ പിന്നിലെന്താ? ഭാവി. ആ ഭാവി അറിയണം. അതുപോലെ ആ രൂപത്തിൽ ഗൈബിയായ കാര്യങ്ങൾ നേടണം. ഖുർആൻ പറഞ്ഞില്ല, ഒരിക്കലുമില്ല. ഒരാൾക്കും അദൃശ്യമറിയില്ല. ജ്യോത്സ്യം പാടില്ല. ജ്യോത്സ്യന്റെ സമീപത്ത് പോകാൻ പാടില്ല. ഒരാൾ ജ്യോത്സ്യന്റെ സമീപത്ത് വെറുതെ പോയാൽ ഒന്നില്ല, ഒരാൾ വെറുതെ ഒരു ജ്യോത്സ്യനാണെന്ന് കേട്ടു അന്ന് പോകാം എന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയാൽ ഒന്നും ചോദിച്ചില്ല, വെറുതെ പോയതാണെങ്കിൽ തന്നെ 40 ദിവസത്തെ അവന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കൂല. ഇസ്ലാമിന്റെ നിയമത്. ഈ മതത്തിൽ എന്ത് വ്യാജൻ, ഈ മതത്തിൽ എന്ത് വ്യാജൻ, എന്ത് കപടത. ഒരാൾ ഒരു ജ്യോത്സ്യന്റെ അടുക്കലേക്ക് വെറുതെ പോയാൽ 40 ദിവസത്തെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കൂല. ഇനി ഒരാൾ മന്നത്താ കാഹിന,
ഒരുത്തരൊരു ജ്യോത്സ്യനടുക്കൽ പോയി. എന്നിട്ട് ഫസഅലഹു, അവനോട് എന്തെങ്കിലും ചോദിച്ചു. എന്നിട്ട് അയാൾ പറഞ്ഞത് അവൻ വിശ്വസിച്ചാൽ മഹാനായ മുഹമ്മദ് നബിക്ക് അല്ലാഹു അവതരിപ്പിച്ചതിൽ അവൻ അവിശ്വസിച്ചു കഴിഞ്ഞു, മുഹമ്മദ് നബിയുടെ റിസാലത്തിൽ അവൻ അവിശ്വസിച്ചു കഴിഞ്ഞു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ ഇസ്ലാമിന് പുറത്താണ്, അവൻ കാഫിറാണ് എന്ന് പഠിപ്പിച്ച മതമാണ് വിശുദ്ധ ഇസ്ലാം. ജ്യോത്സ്യത്തിന് ഇസ്ലാമിന് സ്ഥാനുണ്ടോ? ഇല്ല. ഒരു ജ്യോത്സ്യനടുക്കൽ പോകാൻ പാടുണ്ടോ? ഇല്ല. ഭാവി അന്വേഷിച്ച് പോകാൻ പാടുണ്ടോ? ഇല്ല. അദൃശ്യമാർക്കെങ്കിലും അറിയാൻ കഴിയോ? ഇല്ല. ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ അദൃശ്യമറിയില്ല. അദൃശ്യത്തിന്റെ ഖജാനകൾ, ഗൈബിന്റെ ഖജാനകൾ അല്ലാഹുവിന്റെ അടുക്കൽ മാത്രമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച വേദഗ്രന്ഥം ശുദ്ധ ഖുർആനാണ്. അതുകൊണ്ട് ഒരിക്കലും ഇസ്ലാമിൽ ഈ രൂപത്തിലുള്ള ജ്യോതിഷമോ ഈ രൂപത്തിലുള്ള അത്ഭുത പ്രകടനങ്ങൾക്കോ ഒരു സ്ഥാനമില്ല. അത്ഭുതങ്ങൾ കാണിച്ചാൽ തന്നെ മുസ്ലിങ്ങൾ സംശയിക്കണം. അത്ഭുതങ്ങൾ ഒരാൾ കാണിച്ചാൽ തന്നെ സംശയിക്കാൻ വേണ്ടത് ഇതാ. കാരണം എന്താ? ദജ്ജാൽ വരുമ്പോഴും അത്ഭുതം കാണിക്കൂലേ? ദജ്ജാൽ വന്നാൽ അത്ഭുതം കാണിക്കൂലേ? മുസ്ലിങ്ങൾക്ക് ഈ ആൾ ദൈവം എന്ന് പറഞ്ഞാല്, ഈ അത്ഭുത പ്രതിഭാസങ്ങളൊക്കെ പറഞ്ഞാൽ ഒരിക്കലും ഒരു മുസ്ലിമിന്റെ നെഞ്ചിടറില്ല, ഒരിക്കലും നെഞ്ചിടാൻ പാടില്ല. ദജ്ജാൽ വരുമ്പോ എന്തൊക്കെ കാണിക്കും? അത്ഭുതങ്ങൾ. ആ അത്ഭുതങ്ങൾ കാണുമ്പോ മുഅ്മിനായ മനുഷ്യൻ എന്താ പറയില്ല? ഇല്ലാന്നാ, നീ ദജ്ജാൽ, അന്ത മസീഹുൽ കദ്ദാബ്, നീ വ്യാജൻ, കള്ളൻ, ദജ്ജാൽ. അവൻ വിളിച്ചു പറയും. ദജ്ജാൽ വന്നാൽ ഒരു മനുഷ്യനെ കൊല്ലും, എന്നിട്ടോ എണീക്കുന്നു പറയുമ്പോ എണീക്കും. ചെല്ലുന്നിടത്ത് പച്ചിപ്പൊക്കെ ഉണ്ടാവും. കറവ പറ്റിപ്പോയ ആടുമാടുകൾ അവ കറവയുള്ളതായി മാറും. ഒരു നാട്ടിൽ ചെല്ലുമ്പോ അവർ നിഷേധിക്കും. ഞാൻ റബ്ബാണെന്ന് ദജ്ജാല് പറയുമ്പോ ആ നാട്ടിലുള്ളവർ മുഴുവൻ നിഷേധിക്കും. ദജ്ജാല് മടങ്ങിപ്പോരും. ആ നാട്ടിൽ പിന്നെ അള്ളാഹു പരീക്ഷണാർത്ഥം ക്ഷാമമറക്കും, പ്രയാസത്തിലാകും. അവസാനം ഒരു മനുഷ്യൻ ദജ്ജാലിനെ അന്വേഷിച്ചു വരും. ദജ്ജാലിനെ അന്വേഷിച്ചു വന്നിട്ട് നീ ദജ്ജാലാണ് എന്ന് പറയും. ആ സമയം ദജ്ജാൽ ആ മനുഷ്യനെ രണ്ടായി പിളർത്തി രണ്ട് ഭാഗത്തേക്ക് വലിച്ചെറിയും. എന്നിട്ട് ആ മനുഷ്യന്റെ ഇടയിലൂടെ ദജ്ജാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. നടന്നതിന് ശേഷം നീ എണീക്കൂ എന്ന് ആ വിശ്വാസിയോട് പറയും. ആ വിശ്വാസി ഇതാ രണ്ടായി പകുക്കപ്പെട്ട കീറപ്പെട്ട ആ വിശ്വാസി എണീറ്റ് നിൽക്കും. എന്നിട്ട് ദജ്ജാൽ ചോദിക്കും, ഇപ്പോ എന്നിൽ വിശ്വസിച്ചോ? ഇപ്പോൾ എന്നെ വിശ്വാസമായോ? ആ സമയത്ത് മുഅ്മിനായ മനുഷ്യൻ പറയും, ഇപ്പോഴായിരിക്കും ഉറപ്പായി. എന്ത്? നീ ഒറിജിനൽ ദജ്ജാൽ തന്നെ. ഇത്രയും നേരം ഒരു ചെറിയ സംശയം, ഇതുകൂടി കണ്ടപ്പോ എനിക്ക് ഉറപ്പായി നീ ദജ്ജാലാണ്, അന്ത മസീഹുൽ കദ്ദാബ്, നീ വ്യാജനാണ് എന്ന് ആ വിശ്വാസി വിളിച്ചു പറയുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് ഒരാൾ അത്ഭുതം കാണിച്ചു വന്നാൽ പഠിച്ചോളെ ദജ്ജാൽ അറിയോ എന്ന അന്വേഷണം നടത്തേണ്ട ആര്? മുസ്ലിം. എന്നാൽ ഒരു മാജിക്ക് കാണുമ്പോ അതിന്റെ പിന്നാലെ പോകുന്നു. അവിടെ മതവും ജാതിയും നിലട്ടു. അവിടെ മതവും ജാതിയും ഒന്നുമില്ല. മാത്രല്ല മുസ്ലിം സമൂഹത്തില് എപ്പോഴും നമ്മൾ കാണുന്ന രംഗത്താ, ജീവിച്ചിരിക്കുന്നതിനേക്കാൾ ഉപരി പിന്നെ മരിച്ചാലാ. അതുകൊണ്ട് തന്നെ തല്ലിക്കൊന്നിടുന്ന ചില സാധനങ്ങൾ. ജീവിച്ചിരിക്കും, ഇന്ന് മരിക്കും, നാളെ മരിക്കും, കാത്തു പക്ഷെ വലിച്ചു കിടക്കുക. പ്രതീക്ഷകൾ അറ്റു, അവസാനം തല്ലിക്കൊന്ന് കുഴിച്ചിട്ട പല രംഗങ്ങളുമുണ്ട്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ സുന്നി അഫ്കാറുടെ നിസാലടക്കാർ എഴുതി കേരളത്തിലുള്ള പല മക്ബറകളിലും കിടക്കുന്നത് മനുഷ്യനാണോ മൃഗമാണോ എന്ന് പോലും തിരിച്ചറിഞ്ഞിട്ടില്ല. ഇനി മനുഷ്യരാണെങ്കിൽ തന്നെ അവരുടെ ജാതി ഏതെന്ന് പറഞ്ഞു അതുപോലും തിരിച്ചറിഞ്ഞിട്ടില്ല.